ഭാരതാംബയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയതിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും തരംതാഴ്ത്തിയ സംഭവത്തിൽ CPM-ന് തിരിച്ചടിയായി പാർട്ടി സെക്രട്ടറിയുടെ പഴയ ചിത്രം ചർച്ചയാകുന്നു. 2002-2003 കാലത്ത് ABVP സംഘടിപ്പിച്ച സംവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അന്ന് MV ഗോവിന്ദൻ സരസ്വതി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിരുന്നു സംവാദം. ഇന്നലെയാണ് കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രമീളയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ CPM നേതാവിനെതിരായ നടപടി, ഈ നടപടിയുടെ ഘട്ടത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ CPM-ന്റെ തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്, അല്ലേ? KP, തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസമാണ് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്തി, അതുപോലെ തന്നെ സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന ഒരൊറ്റ കാരണത്താൽ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രതികാര നടപടിയായിരുന്നു CPM സ്വീകരിച്ചത്. കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടേതായിരുന്നു ഈ തരം താഴ്ത്തൽ നടപടി. ഇത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു, അതായത് ABVP നേരിട്ട് 2002-2003 കാലഘട്ടത്തിൽ സംഘടിപ്പിച്ച ഒരു സംവാദ സദസ്സുണ്ടായിരുന്നു. ഈ സംവാദ സദസ്സിൽ MV ഗോവിന്ദൻ, അന്ന് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, അന്ന് MV ഗോവിന്ദൻ ഒപ്പം ഉണ്ടായിരുന്നത് നിലവിൽ ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വത്സൻ തില്ലങ്കേരി, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള സതീശൻ പാച്ചേരി, അതുപോലെ BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷനായിരുന്ന OK വാസു, ഇവർക്കൊപ്പമായിരുന്നു അന്ന് MV ഗോവിന്ദൻ ആ വേദി പങ്കിട്ടത്. മാത്രമല്ല, അവിടെ ദൈവങ്ങളുടെ ചിത്രങ്ങളടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആ വേദിയിലാണ് ഈ MV ഗോവിന്ദൻ നേരിട്ടെത്തി ആ സംവാദത്തിൽ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അത് 2002-2003 കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അതിനുശേഷം 2025 ആകുമ്പോഴേക്കും CPM-ന്റെ നിലപാടുകൾ പാടെ മാറി എന്നാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപടി എടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CPM-ന്റെ എല്ലാ കാലത്തുമുള്ള ഒരു ഇരട്ടത്തപ്പ് നിലപാടാണ് ഇവിടെയും പുറത്തു വരുന്നത്. അതായത് നേരത്തെയൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങളുടെ ഒക്കെ അടിയിൽ വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ 2025-ലെ CPM-നെ പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങിക്കഴിഞ്ഞു എന്നതാണ്. അതായത് നിലവിലെ CPM പിന്തുടരുന്നത് മതപ്രീണന രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഹൈന്ദവ ചിഹ്നങ്ങൾക്കും അതുപോലെ തന്നെ ഭാരതാംബയോട് പോലും അതൃപ്തി കാണിക്കുന്ന രീതിയിലേക്ക് CPM മാറിപ്പോയിരിക്കുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങൾക്കടിയിലടക്കം വരുന്ന കമന്റുകൾ. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഒരു തരംതാഴ്ത്തൽ ഉണ്ടായിട്ടില്ല, ഒരു നോട്ടീസ് കൊടുക്കൽ ഉണ്ടായിട്ടില്ല, ഒന്നും അന്ന് സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക്, ഭദ്രദീപം കൊളുത്തുന്നതിനും അതുപോലെ തന്നെ ഒരു സേവാഭാരതിയുടെ അടക്കമുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കുന്ന പാർട്ടി അണികൾക്ക് പോലും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്നൊരു തിട്ടൂരമാണ് CPM എന്തായാലും കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തോടുകൂടി സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. ABVP പരിപാടിയിൽ MV ഗോവിന്ദൻ പങ്കെടുത്ത ആ ദൃശ്യങ്ങളും വീഡിയോയും ഒക്കെ. KP, അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.